ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ നാട്ടിൽ ഇവിടെ ട്രംപ് നരേന്ദ്രമോദിക്ക് പണി കൊടുത്തു, അമേരിക്കൻ വ്യാപാര കരാറിൽ ഇന്ത്യ മുട്ടുമടക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ബഹളങ്ങളും ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ബാക്കിയുള്ള രാജ്യങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നുകൂടെ നമ്മളൊന്ന് മോണിറ്റർ ചെയ്യണ്ടേ? നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങളും ഇവിടെ ട്രംപ് ഒരു കാര്യം പറയുമ്പോൾ ട്രംപിനെ എടുത്ത് അവരുടെ ഒരു അവരുടെ ഒരു കീ പോയിന്റ് ആയിട്ട് പ്രതിഷ്ഠിച്ചിട്ട് ട്രംപ് പറയുന്നതാണ് സത്യമെന്ന് അവർ പറയുകയാണ്. അതേസമയം ട്രംപ് പറയുന്നതിന് ഇന്ത്യ മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞ് അവർ പരിതപിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്ത്യ മറുപടി പറയുന്നതിനേക്കാൾ ഉപരി ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ മറുപടി പറയുന്നുണ്ട്. ഈ ഒരു കോട്ടുണ്ട്, അതായത് നിങ്ങൾ സൈലന്റിൽ വർക്ക് ചെയ്യുക, നിങ്ങളുടെ സക്സസ് ആണ് ബഹളം, അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ് ആണ് ആ ഒരു റോർ, ആ ഒരു അലർച്ച ഉണ്ടാക്കേണ്ടത് എന്നൊരു കോട്ടുണ്ട്. അപ്പൊ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ക്ലിയർ ആണ്. ഇപ്പോ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവര് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് ബംഗ്ലാദേശിന് 0 താരിഫ് കൊടുത്തിരിക്കുന്നു, ഇന്ത്യക്ക് 18% താരിഫ് കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു കഥ ഇവർ അടിച്ചിറക്കുന്നുണ്ട്. ഒരു ആബ്സല്യൂട്ട് നോൺസെൻസ് എന്ന് പറഞ്ഞൊരു കഥയാണ് അത്. ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ, അതെ പഠിക്കാനുള്ള സമയത്ത് പോയി ചൂണ്ടയിടാനുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള അത്യാവശ്യം ഒരു വിവരം വേണ്ടേ? ഇപ്പൊ മനോരമ പോലുള്ള മാധ്യമങ്ങളൊക്കെ എഴുതി വിടുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിപ്പോ ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള PR വർക്കാണെന്ന് എനിക്ക് അനുമാനിക്കേണ്ടി വരും, നമുക്ക് അനുമാനിക്കണം. കാരണം ഒരു വിവരമില്ലാത്ത അട്ടർ ഫൂളിഷ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളാണ്, ഒരു ഗുണവും മണവും ഇല്ലാത്ത ആൾക്കാരാണ് അകത്തിരിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. അത് എഴുതി വിടുന്നതിൽ അവരുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് എഴുതി വിടുന്നത് തെറ്റില്ല, പക്ഷെ രാജ്യത്തെ അപമാനിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ എഴുതി വിടുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ബംഗ്ലാദേശിന്റെ വാർത്ത തന്നെ, ബംഗ്ലാദേശിന് 0 താരിഫ്, ഇന്ത്യക്ക് 18%. എന്തൊരു ഫൂളിഷ്നെസ് ആണ് പറയുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ രാജ്യത്തെ ചൊല്ലി UK പാർലമെന്റിൽ ഒരു വലിയ പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ട്. ഇത് ഏതെങ്കിലും മാധ്യമങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഒരു മാധ്യമങ്ങളും ഇത് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ UK പാർലമെന്റിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒപ്പുവെച്ച കരാർ മദർ ഓഫ് ഓൾ ഡീൽസ്, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവയ്ക്കാൻ പോകുന്ന കരാർ ഫാദർ ഓഫ് ഓൾ ഡീൽസ്. ഇതിനെല്ലാം മുമ്പ് നമ്മൾ ഒപ്പുവെച്ചൊരു കരാറാണ് ഇന്ത്യയും UK തമ്മിൽ ഒപ്പുവെച്ചൊരു കരാർ എന്ന് പറയുന്നത്. ഈ UKയും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ പേരിൽ UK പാർലമെന്റിൽ പാർട്ടി ഭേദമന്യുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുണ്ടായിരിക്കുന്നു. ഈ കരാർ കൊണ്ട് ബ്രിട്ടൻ ഒരു നേട്ടവുമില്ലെന്നും, എന്നാൽ ഇന്ത്യക്ക് ഇത് ലോട്ടറിയാണെന്നും കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങൾ ഇതിനെ വിമർശിക്കുന്നുണ്ട്. സാമ്പത്തിക വ്യാപാര സന്തുലനം ഉറപ്പാക്കാത്ത ഡീലാണിത്, ബ്രിട്ടനിലെ തൊഴിലോ ബിസിനസ്സോ ഈ കരാർ കൊണ്ട് സുരക്ഷിതമല്ല എന്നവർ കുറ്റപ്പെടുത്തുന്നു. പോരാത്തതിന് ഇന്ത്യക്ക് ഇത് ലോട്ടറിയാണ് എന്നവർ പറയുന്നു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് നമ്മുടെ രാജ്യം ആ കരാർ ഫ്രെയിം ചെയ്തിരിക്കുന്ന ഏതൊരു രീതിയിലാണ്. അപ്പുറത്തെ രാജ്യത്ത് ഇനിയിപ്പോ കരാറിലൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പുറത്തെ രാജ്യത്ത് പ്രതിഷേധം തുടങ്ങി കഴിഞ്ഞു. അതായത് ഒരു സമയത്ത് നമ്മൾ അവർ ലൂട്ട് ചെയ്തിരുന്നു, ഈ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം. കാലത്തിന്റെ കാവ്യനീതി എന്നുള്ളത് പോലെ ഇപ്പോ അവരറിഞ്ഞോ അറിയാതെയോ നമുക്ക് ലോട്ടറി ആയിട്ട് ഒരു കരാർ, അത് ബ്രിട്ടനിലുള്ള ഒരു കരാർ നമുക്ക് വന്നിരിക്കും. അപ്പൊ കൺസർവേറ്റീവ് MP ആയിട്ടുള്ള ആൻഡ്രൂ ഗ്രിഫിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം വളരെ രസകരമായിട്ടുള്ള ഭാഷയിൽ ബ്രിട്ടനിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെ കോമഡിയൊക്കെ പറഞ്ഞ് ബ്രിട്ടൻ പാർലമെന്റിൽ സംസാരിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ പ്രതീക്ഷിച്ചത് ബെന്താലുവാണ്, പക്ഷെ നമുക്ക് കിട്ടിയത് നനഞ്ഞ പടക്കമായി പോയി എന്നാണ് പറഞ്ഞത്. ഇന്ത്യക്ക് അതേസമയം അടിച്ചിരിക്കുന്നത് ഡബിൾ ലോട്ടറിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ കെയ്ൻ സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നു, അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ പറയുന്നത് വളരെ തെറ്റാണ്. ഗ്രിഫിത്തിന്റെ വാക്കുകൾ അതേ നാണയത്തിൽ തന്നെ അവിടെ ക്രിസ് ബ്രയന്റ് അവിടുത്തെ ഈ വ്യാപാര മന്ത്രിയാണ് ക്രിസ് ബ്രയന്റ്. അദ്ദേഹം പറയുന്നത്, നല്ല സ്വാദൂറും തന്തൂരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഇന്ത്യ വളർന്നു വരുന്ന ഉപഭോക്തൃ വിപണിയാണത്, ആലോചിക്കണം. 2050 100 കോടിയിലധികം ഉന്നത വരുമാനക്കാരായ ഉപഭോക്താക്കളുള്ള രാജ്യമാകും ഇന്ത്യ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 100 കോടിയിലധികം ഉന്നത വരുമാനക്കാരായിട്ടുള്ള ഉപഭോക്താക്കളുള്ള രാജ്യമാകും. അപ്പൊ ബ്രിട്ടനാണ് ഇത് പറയുന്നത്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നോക്കി, നമ്മുടെ രാജ്യത്തിനകത്ത് കിടക്കുന്ന ദേശവിരുദ്ധര് പുച്ഛിക്കുകയാണ്, നമുക്കിവിടെ ഒന്നും കിട്ടുന്നില്ല എന്ന്. ബ്രിട്ടൻ പറയുന്നു 2050 100 കോടിയിലധികം ഉന്നത വരുമാനക്കാർ ഇവിടെ ഉണ്ടാകുമെന്ന് പറയുകയാണ്. ബ്രിട്ടീഷ് കമ്പനികളെ കാത്തിരിക്കുന്ന ശോഭനമായിട്ടുള്ള ഭാവിയാണെന്നാണ് പറയുന്നത്. ഇത് അങ്ങനെ ഒരു അതിഭീകരമായിട്ടുള്ള ഒരു പ്രതിഷേധം അവിടെ നടക്കുകയാണ്. അപ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഇങ്ങനെ ശോഭിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ നേട്ടങ്ങൾ കൈവരിച്ച് മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ നാട്ടിൽ മാത്രം നമ്മുടെ രാജ്യത്തിനെതിരെ ഈ മോശപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്റെ ആദ്യത്തെ നമുക്ക് തുടങ്ങേണ്ടത് ഈ ബംഗ്ലാദേശിൽ നിന്നാണ്. എന്താണ് ഈ ബംഗ്ലാദേശിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്? ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെയാണോ ഇതിന്റെ സത്യാവസ്ഥ? അതിലവര് പറയുന്ന പകുതി ഭാഗം സത്യമാണ്. ബംഗ്ലാദേശിന് 0 താരിഫ് കൊടുത്തു അമേരിക്ക എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അതിന്റെ പിന്നിൽ എന്താണ് നടന്ന ചതി എന്നുള്ളതാണ് വലിയ കാര്യം. അതായത് ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഇട്ട ചൂണ്ടയിൽ ബംഗ്ലാദേശ് കൊത്തുകയായിരുന്നു. അത് ബംഗ്ലാദേശിന്റെ പരുത്തി തുണി വസ്ത്ര വ്യാപാരം ഏഷ്യയിലെ തന്നെ നമ്പർ 1 ആണ്. അപ്പോ ഇത് 0 താരിഫിലാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്നത്. അമേരിക്കയിലേക്ക് അത് 20% താരിഫിലേക്കാണ് കയറ്റിവിടുന്നത്. അതാണ് ഇപ്പോൾ ട്രംപ് 0 താരിഫ് ആക്കിയത്. സ്വാഭാവികമായി തന്നെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയുടെ
പരുത്തി ഈ വസ്ത്ര ടെക്സ്റ്റൈൽസ് മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ്. നമ്മുടെ ടെക്സ്റ്റൈൽസിന് 18% താരിഫ് ഉണ്ട്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള താരിഫ് ഉണ്ട്. പക്ഷെ ബംഗ്ലാദേശിന് 0 താരിഫ്. ഇത്ര സത്യമല്ലേ? ഇത് സത്യം തന്നെയാണ്. ഇനി എങ്ങനെയാണ് ഈ താരിഫ് അമേരിക്ക കൊടുത്തത്? ഇതാണ് ധനുഷ് പറഞ്ഞ് ക്രോസ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ക്രോസ് ചെക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല, ക്രോസ് ചെക്ക് ചെയ്താൽ ജനം സത്യം അറിയുമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ആ സത്യം പറയാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം. എന്താണ് അമേരിക്ക ഈ കരാർ കൊണ്ട് ചെയ്തതെന്ന് വെച്ചാൽ, അമേരിക്കയുടെ പരുത്തി ഇവർ വാങ്ങണം. ബംഗ്ലാദേശ് അമേരിക്കയുടെ പരുത്തി വാങ്ങിയിട്ട്, അതായത് ബംഗ്ലാദേശ് അമേരിക്കയുടെ പരുത്തി ഇറക്കുമതി ചെയ്യണം. ആ പരുത്തി കൊണ്ട് ഡ്രസ്സ് നെയ്യണം. ആ ഡ്രസ്സ് അമേരിക്കയിലേക്ക് കയറ്റി അയക്കണം. അപ്പോൾ 0 താരിഫാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് ബംഗ്ലാദേശ് പരുത്തി വാങ്ങിക്കൊണ്ടിരുന്നത്. അതിനേക്കാൾ 20 മടങ്ങ് പൈസ കൂടുതലാണ് അമേരിക്കൻ പരുത്തിക്ക്. 2, ക്വാളിറ്റിയിൽ ഇന്ത്യൻ പരുത്തിയേക്കാളും താഴെയാണ് അമേരിക്കൻ ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ മില്ലുകൾക്ക് ഇത് ഉൽപാദന ചെലവ് വലിയ രീതിയിൽ വർദ്ധിക്കും. അങ്ങനെ ഈ ഉൽപാദന ചെലവ് വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് ഇവർക്ക് വിറ്റഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യയെ കണക്കുള്ള രാജ്യങ്ങൾക്ക് 18% താരിഫാണെങ്കിലും അവരുടെ വസ്ത്രം നന്നായി വിറ്റഴിക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഗുണനിലവാരത്തിൽ അമേരിക്കൻ കോട്ടൺ ഇന്ത്യൻ കോട്ടണേക്കാൾ താഴെയാണ്. വിലയുടെ കാര്യത്തിൽ വളരെ ഉയരത്തിലാണ്. ഇത് രണ്ടും ചെയ്തുകൊണ്ട് വേണം. ഇനി രണ്ടാമത്തെ കിട്ടുന്ന പടി എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ 2026-ൽ 27 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ 0 താരിഫിൽ കയറ്റി അയച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശിന്റെ കരാർ തീരുകയാണ്, അവസാനിക്കുകയാണ്. ഇനി മുതൽ അവിടത്തേക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് ഈ വസ്ത്രങ്ങൾ കയറ്റി അയക്കണമെങ്കിൽ 12.5% നികുതി കൊടുക്കേണ്ടി വരും. അവിടെ ഇന്ത്യക്ക് 27 രാജ്യങ്ങൾ ഫ്രീ ആണ്. അപ്പോൾ ബംഗ്ലാദേശിന് 0 താരിഫ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സിമ്പിൾ, കുറച്ചുകൂടി ലളിതമായി ഞാൻ പറയാം. എന്റെ കയ്യിലിരിക്കുന്ന നൂല് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പരത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ധനുഷ് ഉടുപ്പുണ്ടാക്കുന്നത്. അത് ഞാൻ തരുമ്പോൾ ആ നൂലുകൊണ്ട് വേണം ധനുഷ് ഉടുപ്പുണ്ടാക്കാൻ. അപ്പൊ എന്റെ നൂല് ധനുഷ് വാങ്ങണം. എന്റെ നൂലിന് 100 രൂപ വിലയാണ്. പക്ഷെ ധനുഷ് വാങ്ങിക്കൊണ്ടിരുന്നത്, മുമ്പ് എനിക്ക് ഷർട്ട് തന്നുകൊണ്ടിരുന്നത് 10 രൂപയുടെ 20 രൂപയുടെ നൂല് വാങ്ങിച്ചിട്ടായിരുന്നു എനിക്ക് ഷർട്ട് തയ്ച്ച് തന്നുകൊണ്ടിരുന്നത്. അത് ധനുഷിന് ലാഭകരം തന്നെ ആയിരുന്നു. നികുതി ഉണ്ടായിരുന്നെങ്കിലും ലാഭകരമായിരുന്നു. ഇപ്പൊ ഞാൻ ധനുഷിനോട് പറയാം, ധനുഷ് എനിക്ക് തരുന്ന ഷർട്ടിന് നികുതി ഒന്നും വേണ്ട, പക്ഷെ എന്റെ നൂലെടുക്കണം. നൂലിന് 100 രൂപ. ഇത് ധനുഷ് കൊണ്ട് ഷർട്ട് അടിച്ച് വരുമ്പോൾ എങ്ങനെ പോയാലും 100-120 രൂപ വരും. ഇത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ വിപണിയിൽ ഇത് കച്ചവടം പിടിക്കുക? എങ്ങനെ വിറ്റഴിക്കാൻ പറ്റും? പറ്റില്ല. കാരണം നേരത്തെ 50 രൂപയ്ക്ക് വിറ്റിരുന്നവർക്ക് 120 രൂപയ്ക്ക് വിൽക്കേണ്ട അവസ്ഥ വരും. അക്ഷരാർത്ഥം ചെയ്ത പണി എന്ന് വെച്ചാൽ അമേരിക്കയുടെ പരുത്തി ഇന്ത്യയോട് കുറെ മുട്ടിയതാണ്. ഈ പരുത്തി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യട്ടെ എന്ന് വെച്ച് ഇന്ത്യ പറഞ്ഞ് ഈ മേഖലയെ തുറന്നു തരത്തില്ലെന്ന് പറഞ്ഞു. ആ പരുത്തി എല്ലാം കൂടി ഇപ്പൊ ബംഗ്ലാദേശിന്റെ തലയിൽ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ തുണി യൂറോപ്യൻ കൺട്രീസ് എല്ലാം ഒരേപോലത്തെ ടെക്സ്റ്റൈൽസ് തന്നെ ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. ഈ ഡ്രസ്സ് കൊണ്ട് ഇനി യൂറോപ്യൻ കൺട്രീസിൽ ചെല്ലാൻ പറ്റില്ല. ഇതുവരെ 0 താരിഫായിരുന്നു. ഇപ്പൊ അത് മാറി 12.5 ആകുകയാണ്. അവരുമായിട്ടുള്ള കരാർ റദ്ദ് ചെയ്തു. അക്ഷരാർത്ഥത്തിൽ പെട്ടു. അതിനിടെ അമേരിക്ക മറ്റൊരു മുന്നറിയിപ്പോടെ ബംഗ്ലാദേശിന് കൊടുത്തിട്ടുണ്ട്. ഈ കരാറിന്റെ ഭാഗമായിട്ട് വേറൊരു കാര്യങ്ങളുണ്ട്, ഞങ്ങളുടെ ആയുധം വാങ്ങണമെന്നുണ്ട്. അതിനിടെ ചൈനയുടെയും പാകിസ്ഥാന്റെ ആയുധം വാങ്ങാനോട്ട് തയ്യാറെടുപ്പ് ബംഗ്ലാദേശ് നടത്തിയപ്പോൾ ഇന്നലെ വന്നിരിക്കുന്ന പുതിയ മുന്നറിയിപ്പാണ്, ആ പരിപാടി നടക്കില്ല. ഈ കരാറുള്ള കാര്യം ഞങ്ങളുടെ തന്നെ ആയുധം വാങ്ങാൻ പറ്റും. അക്ഷരാർത്ഥത്തിൽ അമേരിക്ക ഇന്ത്യക്കായി വെച്ച് നീട്ടിയിരുന്നതും ഇന്ത്യ വേണ്ടാന്ന് പറഞ്ഞത്, നടക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ബംഗ്ലാദേശിന്റെ തലയ്ക്ക് അടിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് 0 താരിഫ് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. ആ പാവങ്ങൾ പെടാപ്പാട് പെടുകയാണ്. ഇനി UK-യിലേക്ക് വരുമ്പോൾ എന്താണ്? UK-യിലെ ഈ പറയുന്ന പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഭാവിയിൽ ഈ 100 കോടി പേര് വരുമ്പോൾ ഇത് ഒക്കെ ആകുമായിരിക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ബ്രിട്ടനെ കണക്ക് സാമ്പത്തികമായി താഴേക്കടയിൽ നിൽക്കുന്ന ഒരു രാജ്യം, ഇന്ത്യയെക്കാളും താഴെയാണ് അവര് സാമ്പത്തിക അവസ്ഥയിൽ. അപ്പോൾ അവർക്കിത് എങ്ങനെയെങ്കിലും കച്ചവടം പിടിക്കുക എന്നുള്ള, പ്രത്യേകിച്ച് അവരുടെ ഈ എഞ്ചിനുകൾ, വിമാനങ്ങൾ, ഇതൊക്കെ നമ്മൾ കുറെ നാളുകളായിട്ട് അവരുടെ കയ്യിൽ നിന്നൊന്നും തന്നെ വാങ്ങുന്നില്ല. ഈ പ്രത്യേകിച്ച് ഈ യാത്രാ വിമാനങ്ങളുടെ എഞ്ചിനും വിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്ന നല്ല കമ്പനികളുള്ള ഒരു രാജ്യം തന്നെയാണ്. വാഹന വിപണി അനവധി നല്ല കമ്പനികളുള്ള രാജ്യമാണ് ഈ ബ്രിട്ടൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇത് നമ്മൾ കച്ചവടമൊന്നും വലുതായിട്ടില്ല, നമുക്കില്ല. അങ്ങനെ വളരെ വർഷങ്ങൾ, ഏതാണ്ട് 2007 മുതൽ നടത്തിയ ചർച്ചയുടെ ഫലമാണ് ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത്. നിലവിൽ ശരിയാണ്. അത് ഇന്ത്യയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ ഇന്ത്യ പറയുന്നിടത്ത് തന്നെ നിന്നു. പാൽ ഉൽപ്പന്ന മേഖലയിലില്ല, ഒപ്പം തന്നെ ഈ ധാന്യ മേഖലയിലില്ല, കാർഷിക മേഖലയിലൊന്നുമില്ല. വാഹനമാണെങ്കിൽ നമ്മൾ കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. ആദ്യം 16,000 വാഹനങ്ങളായിരുന്നു ഇറക്കുമതി ചെയ്യാൻ. ഇപ്പൊ അത് 36,000 വാഹനമാക്കി കൊടുത്തിട്ടുണ്ട്. 5 വർഷത്തിനുള്ളിൽ അത് 2,30,000 വാഹനങ്ങൾ ഇറക്കുമതി ചെയ്ത് വിൽക്കാം. പക്ഷെ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്താണ് അവിടെ നഷ്ടമെന്ന് അവർ പറയുന്നത് വെച്ചാൽ, അവിടുത്തെ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ ഫാക്ടറികൾ സ്ഥാപിച്ച് ഇവിടുന്ന് കച്ചവടം ചെയ്യുക എന്നുള്ളതാണ്. പണ്ട് ഈ ഐഫോൺ ഇവിടെ വന്നതുപോലത്തെ സിസ്റ്റം,
ആദ്യം ഇറക്കുമതി ചെയ്ത് നോക്കി. അത് കച്ചവടം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ ലാഭകരമാകണമെങ്കിൽ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുക, മറ്റു രാജ്യങ്ങളിലേക്കും കയറ്റിവിടുക, ഇന്ത്യയിലും കച്ചവടം ചെയ്യുക. അതാണ് അവരവിടെ നഷ്ടമെന്ന് പറയുന്നത്. അതായത് അവിടുത്തെ നിക്ഷേപകർ കുറെ എണ്ണം ഇങ്ങോട്ടേക്ക് വരും. പക്ഷെ ഇവര് ഇപ്പൊ പറയുന്ന അതിന് മറുപടി പറയുന്നത്, നിക്ഷേപകർ വന്നാലും പേടിക്കണ്ട, കുറച്ച് നാളൂടെ കഴിയുമ്പോൾ ഇന്ത്യയിലെ ഈ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടും. വലിയ ജനസംഖ്യയുള്ള രാജ്യമല്ലേ. അപ്പൊ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പോയതിന്റെ ഇരട്ടി തിരിച്ചു കിട്ടും, കൂടുതൽ കച്ചവടം നടക്കും എന്നാണ് അവിടെ എന്ന് പറയുന്നത്. ഇനി അമേരിക്കയെ കഴിഞ്ഞ ദിവസം ഒരു പ്രതിഷേധം നടന്നിരുന്നു. എത്ര പേർ റിപ്പോർട്ട് ചെയ്തത്? അവിടുത്തെ കർഷക സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കർഷക സംഘടനകൾ വിചാരിച്ചിരുന്നു ഈ ചോളം, സോയാബീൻ, അതുപോലെ പയർവർഗ്ഗങ്ങൾ, പഴത്തിന് ഇറക്കുമതി ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാമെന്നായിരുന്നു അവരോട് ട്രംപ് പറഞ്ഞത്. അവസാനം കരാറിന്റെ എല്ലാം നക്കൽ പുറത്തു വന്നു കഴിഞ്ഞപ്പോഴേക്കും അറിയാൻ കഴിയുന്നത് എന്താണ്? ഈ വക ഒന്നുമില്ല. കർഷകരവിടെ പ്രതിഷേധം, ആരെങ്കിലും ആ വാർത്ത ചെയ്തോ? ഇവിടെ അല്ല പ്രശ്നം. ഇവിടെ പിന്നെ എല്ലാ വർഷവും ഒരു ചടങ്ങാണ് ഇന്ന് നടക്കുന്ന ഈ പണിമുടക്ക്. വലിയ കാര്യമൊന്നുമില്ല. എല്ലാ വർഷവും ഒരു ആചാരം ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ പൂരം, താലപ്പൊലി, ഇല്ലെങ്കിൽ പ്രതിഷ്ഠാ വാർഷികം എന്നൊക്കെ പറയുന്നതൊക്കെ ഇതെല്ലാ വർഷവുമുള്ള ഒരു ദേശീയ പണിമുടക്ക് ആചാരമാണ്. 2026 ചിലപ്പോൾ ഒരു ഒരെണ്ണം കൂടെ ഉണ്ടായേക്കാം. ചിലപ്പം കർഷക സമരം എന്നും പറഞ്ഞിട്ട് ഒരെണ്ണം കൂടെ ഉണ്ട്. അങ്ങനെ 2 ആധാരങ്ങളാണ്. അതായത് പിന്നെ പൂരവും ഉണ്ട്, ആറാട്ടും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പം ഇത് 2 എണ്ണമാണ്. അപ്പം ഈ അമേരിക്കയിൽ ഒരു പ്രതിഷേധം നടന്നു, ഇവിടെ ആരും കൊടുത്തില്ല. ഇതാണ് ഇതിന്റെ റിയാലിറ്റി. ഇതിനേക്കാൾ വലിയൊരു കോമഡി ആയിരുന്നു ഇന്നലെ റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. എണ്ണ നിർത്തിയ വിവരം ട്രംപിന് മാത്രമേ അറിയൂ, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാനും കേട്ടിട്ടില്ല, മോദിയും കേട്ടിട്ടില്ല, മോദി ഞങ്ങളുടെ തൊട്ട് പറഞ്ഞിട്ടുമില്ല. ട്രംപ് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ എണ്ണ നിർത്തിയെന്നുള്ളത്. ഞങ്ങൾക്ക് അറിയില്ല അതിനെക്കുറിച്ച് എന്ന്. ഇനി ഇന്ത്യക്ക് എണ്ണ നിർത്തണമെങ്കിൽ എണ്ണ നിർത്താം, ഞങ്ങൾക്ക് വിരോധങ്ങളൊന്നുമില്ല. പക്ഷെ ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് പറഞ്ഞു കേട്ടിട്ടില്ല, അവരുടെ ഏതെങ്കിലും മന്ത്രിമാർ അത് പറഞ്ഞു കേട്ടിട്ടില്ല, അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് പോലും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ആകെ ഈ എണ്ണ നിർത്തി എന്ന് പറയുന്ന ഒരേ ഒരാൾ ലോകത്ത് ട്രംപ് ആണെന്ന് ഇന്നലെ റഷ്യയുടെ വിദേശകാര്യമന്ത്രി പറയുന്നു. ഇതാണ് റിയാലിറ്റി. അതായത് ഈ വ്യാപാര കരാർ കൊണ്ട് വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്ന സ്ഥലം UK-യും അമേരിക്കയും ബംഗ്ലാദേശുമാണ്, ഇന്ത്യ അല്ല. ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന പണിമുടക്കും ഈ വ്യാപാര കരാറുമായി ബന്ധമില്ല. ഈ പണിമുടക്ക് എന്തിനായിരുന്നു? നമ്മുടെ ലേബർ കോഡിനെതിരെ നേരത്തെ പ്രഖ്യാപിച്ച പണിമുടക്ക. അതിന്റെ ഇടയിൽ അവർ വ്യാപാര കരാറൂടെ കയറ്റിവെച്ചു. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. വ്യാപാരക്കാരോട് കയറ്റിവെച്ചു. ഇനി അടുത്തൊരു കർഷക സമരം വരുന്നുണ്ട്, അത് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഏഷ്യാനെറ്റിന്റെ വാർത്ത കണ്ടു. അപ്പൊ അത് പ്രശാന്ത് രഘുവംശം പറയുന്നു, പതിവ് പോലെ ഡൽഹി പതിവ് പോലെ നടന്നു പോകുന്നു, വണ്ടികൾ പോകുന്നു, ആളുകൾ പോകുന്നു, എല്ലാം പോകുന്നു. പിന്നെ അദ്ദേഹത്തിന് പിന്നെ നമ്മുടെ ഇലക്ഷനൊക്കെയാണ്, കേരളത്തിലെ സഖാക്കളെ സൂചിപ്പിക്കാനായിട്ട് അദ്ദേഹം പറയുന്നത് 2 മണിക്കൂർ പ്രതിഷേധ പ്രകടനം ആഹ്വാനം ചെയ്തിട്ടുണ്ട്, 4 മണിക്ക് ഒരെണ്ണമുണ്ട്, 5 മണിക്ക് ഒരെണ്ണമുണ്ട്. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ പിന്നെ അവധിയെന്ന് കേട്ട് കഴിഞ്ഞാല് ചിക്കനും കുപ്പിയും വാങ്ങി ആഘോഷിക്കുന്ന ഒരു സമൂഹം ഉള്ളിടത്ത് ഒരു ഹർത്താൽ വിജയിക്കുക എന്ന് പറയുന്നത് ആരുടെയും കഴിയും. ഇവിടുത്തെ കുഞ്ഞു പാർട്ടികൾ വിചാരിച്ചാൽ പോലും ഇവിടെ ഒരു ഹർത്താല്, ബന്ധോ, പിടിമുടക്കോ എന്തും നടത്താം. കാരണം നമ്മൾ ഈ റെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, പണിയെടുക്കരുത്, റെസ്റ്റ് എടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവരെ നോക്കുക, കുറ്റം പറയുക, നമ്മുടെ ഹോബികളിൽ ചിലതാണത്. പിന്നെ അവധി എടുക്കുക, പിന്നെ നമുക്ക് ഒരുപാട് സാലറി വേണം, ജോലി ചെയ്യാൻ പറ്റില്ല, സാലറി ഒരുപാട് വേണം, ഒരുപാട് ആനുകൂല്യങ്ങൾ വേണം. ഇതൊക്കെ ഉള്ളൊരു എൻജോയ് ചെയ്യുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ആളുകളാണ്. നമ്മളെ വിളിക്കുന്ന പേരാണ് നമ്പർ 1 പ്രബുദ്ധരായ നാട്, പ്രബുദ്ധരുടെ നാട്, പ്രബുദ്ധർ. അതാണ് നമ്മുടേത്. അപ്പൊ ഈ ഒരു വിവരം ജനങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. വ്യാപാരക്കാരിൽ എന്താണ് ലോകത്ത് സംഭവിക്കുന്നത്? ഒരുപക്ഷെ എത്ര മാധ്യമങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഇനി പറയാൻ സാധ്യതയുണ്ടോ എന്നറിയില്ല. ഇതാണ് റിയാലിറ്റി. ഇതൊക്കെ അറിയാനായിട്ട് ഇപ്പൊ ഞങ്ങളുടെ ചാനൽ തന്നെ കാണണമെന്നില്ല. നാഷണൽ മീഡിയ, ഇന്റർനാഷണൽ നാഷണൽ മീഡിയാസും സെർച്ച് ചെയ്യുന്നവർക്കെല്ലാം ഇതിന്റെ ചിത്രങ്ങൾ സഹിതം കിട്ടും.